ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റായ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ കേക്കുമായിട്ടാണ് കേട്ടോ. ബട്ടർ വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ സാധാരണ കേക്കുകളിൽ മുട്ട യൂസ് ചെയ്യാറുണ്ടല്ലോ, ഇതിനകത്ത് ഞാൻ എഗ് വൈറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്, എല്ലാവർക്കും അതുകൊണ്ട് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ എല്ലാ പ്രത്യേകതകളും ഇതിനുണ്ട്. എല്ലാവരും മുഴുവനായിട്ടും കാണണം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾക്കിനി അളവ് കപ്പില്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലെടുക്കാവുന്നതാണ്. ഒരു 1.25 ഗ്ലാസ് ഇങ്ങനെ വടിച്ചെടുക്കണം. അതെടുത്തതിന് ശേഷം നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു 1.25 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ബട്ടർ ഉപയോഗിക്കുമ്പോൾ ബട്ടറിൽ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. 3 പ്രാവശ്യം അരിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ അരിച്ചെടുത്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബട്ടർ എടുക്കുമ്പോഴാണെങ്കിലും മുട്ട എടുക്കുമ്പോഴാണെങ്കിലും എസൻസ് ആണെങ്കിലും അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുവാണെങ്കിൽ അത് നേരത്തെ ഒന്ന് എടുത്ത് നമ്മളുടെ സാധാരണ ഒരു ടെമ്പറേച്ചറിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബട്ടർ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ 100 ഗ്രാം ബട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അമുലിൻ്റെ 100 ഗ്രാം ബട്ടർ. ആ ബട്ടർ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കി വെക്കണം ആദ്യമേ തന്നെ. ഞാൻ കേക്ക് ടിൻ ഗ്രീസ് ചെയ്യാനായിട്ട് ആ ബട്ടർ പൊതിഞ്ഞ ആ പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് അതിൻ്റെ ആ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അല്ലെങ്കിൽ ഓയിൽ കൊണ്ട് ചെയ്താലും മതി. അപ്പം ആ ബട്ടർ പേപ്പറിൽ നല്ലപോലെ ബട്ടറുണ്ട്, അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടി എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കാം. ഇതിന് ശേഷം ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദപ്പൊടി തന്നെ ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് ആ പൊടി നമ്മളൊന്ന് തട്ടി കുടഞ്ഞ് കളയണം. ഇനി നമ്മൾ പഞ്ചസാര ഒരു 1/4 കപ്പ്, നമ്മൾ ഗ്ലാസ്സിനാണെങ്കിൽ 1/4 ഗ്ലാസ് എടുത്താൽ മതി. അതും നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു 5 മുട്ടയുടെ വെള്ള മാത്രമാണ് എടുക്കുന്നത്. ഒട്ടും മഞ്ഞക്കരു വീഴാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, മുട്ട മഞ്ഞക്കരു ഇട്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ. ഇതിപ്പം ആ മുട്ടയുടെ ടേസ്റ്റ് പോലും നമുക്ക് ഒട്ടും വരില്ല, വൈറ്റ് മാത്രം എടുത്താൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് പൊട്ടിച്ച് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഒന്ന് ആ വൈറ്റ് മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അതൊന്ന് എടുത്ത് വയ്ക്കുക. അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ബട്ടറിലേക്ക് ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു വിസ്ക് വെച്ചിട്ട്, ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കൊരു കുറച്ചധികം നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ നല്ലപോലെ അത് സോഫ്റ്റായിട്ട് വരും. പക്ഷേ ഞാൻ ഇവിടെ ഒരു ബീറ്ററാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് ഇതുപോലൊരു വിസ്ക് വെച്ചും അത് കുറച്ച് ഇരട്ടി നേരം ഒന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. ബീറ്റർ വെച്ചിട്ട് ഞാനൊരു 15 മിനിറ്റോളം നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവുകയാണെങ്കിൽ നിർത്തി നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ബട്ടറിൻ്റെ മഞ്ഞ കളറൊക്കെ മാറി ഈ നല്ലൊരു വൈറ്റ് കളറിലോട്ട് ഈ പഞ്ചസാര പൊടിച്ചതും ഈ ബട്ടറും കൂടി നല്ലൊരു വൈറ്റ് കളറിലോട്ട് വരുന്നിടം വരെ, നല്ലപോലെ സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പഞ്ചസാരയും ബട്ടറും കൂടെ നല്ല പോലെ സോഫ്റ്റായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുട്ടയുടെ വെള്ള നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒന്ന് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അതുപോലെ നമ്മൾ സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കൊരു
1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഒരു പിരിഞ്ഞ പോലെയൊക്കെ വരും, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. അത് ആ എസൻസ് ചേർക്കുന്നത് കൊണ്ട് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് നമ്മളുടെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചൂട് കട്ടിയുള്ളൊരു പഴയ പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പലതവണ പരീക്ഷണമൊക്കെ നടത്തിയത് കൊണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഉപ്പൊന്നും ഇതിലിടേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനകത്തൊരു വളയോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രമോ വെച്ചിട്ട് നമുക്ക് ഈ നമ്മളുടെ കേക്ക് ടിൻ ഇറക്കി വെക്കാൻ ഒരു വലിപ്പത്തിനും അതിന് അടപ്പും ഉള്ളൊരു പാത്രമായാൽ മതി. അതിനുശേഷം നമ്മുടെ മൈദപ്പൊടി നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാവേ ഉള്ളൂ. അത് ആ പതഞ്ഞ് വന്നിരിക്കുന്നത് കളയാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, ചെറുതായ രീതിയിൽ. ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ലോയിലിട്ടിട്ട് നമ്മളുടെ ബീറ്റർ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഹൈ ലെവലിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പാടില്ല. ഏറ്റവും ലോയിലിട്ടിട്ട് പെട്ടെന്നൊന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ച് പാലെടുത്ത് തിളപ്പിച്ചാറിച്ച് വെക്കണം. അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തത്. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കാനായിട്ട് നമ്മൾ പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നോക്കണം. അപ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും. നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു മടങ്ങി വീഴുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഞാനിവിടെ ആദ്യം 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തു. പിന്നെയും അത് ഒന്നും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്യാം. അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. അങ്ങനെ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഓവൻ സെറ്റപ്പ് ആട്ടോ, ആ ഓവനിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അത് കറക്റ്റ് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 35 മിനിറ്റ് ആകുമ്പോഴത്തേനും എനിക്ക് ഈ കേക്ക് റെഡിയായി കിട്ടി. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും, അത് കുക്കായ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോഴേക്കും അതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോഴത്തേക്കും അതൊട്ടും ഇങ്ങനെ പറ്റി പിടിക്കാതെ നല്ലതായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്കത് കേക്ക് കുക്കായെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി നമ്മൾ വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് ഒരു 35 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് കറക്റ്റ് വേവിൽ കിട്ടി. നല്ലൊരു സ്മെല്ലൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്കതൊന്ന് ആറാൻ വെച്ചിട്ട് വേണം നമ്മൾ ആ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ആ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു സാവകാശമൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ പിള്ളേർ പറഞ്ഞ് കട്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ആ കറക്റ്റായിട്ടുള്ള ആ കട്ടിങ് ശരിയായിട്ടില്ല അതിൻ്റെ അരികൊന്നും. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാവർക്കും, കേക്ക് ഇഷ്ടപ്പെടാത്തവർക്കെല്ലാം ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ക്രീമൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് വളരെ ഹെൽത്തിയാണിത്. ഒത്തിരി ഇൻഗ്രീഡിയൻസോ ക്രീമോ പിന്നെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. റൈറ്റ് സൈഡിലെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.